മുതലപ്പുഴയിൽ നിന്നും കാണാതായ ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തി. ഷിജിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി എബി ജോൺ ചേരുകയാണ്. എബി, മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരികയാണ്. ഏറ്റവും പുതിയ അറിയിപ്പുകൾ എങ്ങനെയാണ്? അതോടൊപ്പം മുതലപ്പുഴയിൽ നിന്നും 2 പേരെ കാണാതായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയതായുള്ള സൂചനകളും വരുന്നുണ്ടല്ലോ. സ്വപ്ന, മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നാൽ അതിപ്പോൾ ഓറഞ്ച് അലർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത ഒരു 3 മണിക്കൂറിലേക്ക് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് പ്രധാനമായും പറയുന്നത്. കാറ്റ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാവുകയും ചെയ്യുക. ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ നമ്മൾ വളരെ ആശങ്കയോടുകൂടി കണ്ടിരുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായിട്ടുള്ള തെരച്ചിലിന്റെ കാര്യം തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്നത് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുതലപ്പുഴയിൽ നിന്നും പോയ ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പരിശോധനയ്ക്കായി പോയ റെസ്ക്യൂ ബോട്ട് തന്നെയാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. എന്തായാലും ഇനി ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഷിജിനാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. ഷിജിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒപ്പം തന്നെ വിഴിഞ്ഞത്ത് നിന്നും പോയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും തുടരുകയാണ്. അപ്പോൾ 2 പേർക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ മഴക്കെടുതികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും ഈ മഴയുടെ ശക്തി കുറഞ്ഞതോടുകൂടി തന്നെ അതൊരു വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. ഒപ്പം ഇനിയിപ്പോഴുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയും മാറിയിട്ടുണ്ട്. ഒപ്പം പരീക്ഷകളിലൊക്കെ തന്നെയും ചില മാറ്റങ്ങളൊക്കെ തന്നെയും വരുത്തിയിട്ടുണ്ട്. സഹകരണ യൂണിയൻ തിങ്കളാഴ്ച നടത്താനിരുന്ന HDC BM പരീക്ഷ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ മഹാത്മാഗാന്ധി സർവകലാശാല ഉൾപ്പെടെ നാളെ നടത്താനിരുന്ന പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെയും പുതുക്കിയ തീയതി പിന്നീടാണ് അറിയിക്കുക. ഒപ്പം ഇന്ന് ഈ മതപഠന ക്ലാസ്സുകളൊക്കെ തന്നെ ഉള്ളതാണ്. അവിടെയൊക്കെയും കുട്ടികൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. കുട്ടികളെ പരമാവധി വീടുകളിൽ തന്നെ സുരക്ഷിതരായി തന്നെ നിർത്താനുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് മഴയുടെ ശക്തി കുറഞ്ഞതോടുകൂടി ഇനിയിപ്പോഴുള്ള ഈ രക്ഷാപ്രവർത്തനം, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. സ്വപ്ന.